മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ടി വി നിങ്ങൾക്കായി ഒരുക്കുന്ന ഈ പ്രഭാത വിരുന്നിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കർത്താവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ അതിനുവേണ്ടി സജ്ജമാക്കാൻ ഈ വചനങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ കൊണ്ടുപോവുകയും ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നമ്മുടെ കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാര്യങ്ങളിൽ നിറയാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ നിയോഗം പോലെ നമുക്ക് ദൈവത്തെ മറന്നു നടക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് ഈ ശുശ്രൂഷയെ പ്രത്യേകമായി കർത്താവിന് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയാണല്ലോ ക്രിസ്മസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഒരുങ്ങിയ വ്യക്തി. അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഇത് കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ നല്ല മനുഷ്യർക്കും കൃപ കൊടുക്കണമേ, കർത്താവിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചു കൊടുക്കണമേ എന്ന് നമുക്ക് അമ്മയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമ്മൾ ഇന്ന് നമുക്ക് ചിന്തയുടെ ആധാരമായി നമ്മൾ എടുക്കുന്ന ഒരു തിരുവചന ഭാഗം ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിലെ 14 മുതലുള്ള തിരുവചനങ്ങളാണ്. അതിപ്രകാരമാണ്: അതിനാൽ കർത്താവ് തന്നെ നിനക്ക് ഒരടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇതാണ് ആ തിരുവചനം. ഓർക്കണേ, കർത്താവ് പിറക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുത്തെ ജനനം പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വേറെ ഒരിടത്തും നമ്മൾ വേറെ ആരെക്കുറിച്ച് നമ്മൾ കാണുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ക്രിസ്മസിന്, കർത്താവിന് തിരുപ്പിറവിക്ക് അതിൻ്റേതായ ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട് എന്ന് നമ്മൾ പറയുക. നമ്മളിതിലേക്ക് കുറച്ചുകൂടെ ആഴമായി കടന്നു പോകുമ്പോൾ ഒരു ദൈവ മേഖലയെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും ദൈവം സ്നേഹമാകുന്നുവെന്ന്. ഈ സ്നേഹം എന്ന വാക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഉപയോഗിച്ച് മന പോയൊരു വാക്കാണ്. എവിടെ ചെന്നാലും എന്തിലേർപ്പെട്ടാലും അവസാനം പറഞ്ഞു നിൽക്കുന്നത് ഈ സ്നേഹത്തെക്കുറിച്ചോ സൗഹൃദത്തെക്കുറിച്ചൊക്കെയാണ് നമുക്കറിയാം. എല്ലാ മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത് സ്നേഹിക്കാനാണെന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. അതേസമയം നമ്മൾ ബൈബിളിലേക്ക് തിരിച്ചു വരുമ്പോൾ കുറേ വ്യത്യാസപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണും. ശാസ്ത്രങ്ങളൊക്കെ പോലും ഇതേക്കുറിച്ച് പറയുന്നു. നമുക്കറിയാം, മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ടല്ലോ, മനുഷ്യൻ്റെ മനസ്സിനെ അപഗ്രഥിക്കുന്നതാണ് അതിലുള്ള കാര്യങ്ങളൊക്കെ. അവിടെയും ഈ സ്നേഹത്തിന് വലിയ സ്ഥാനമുണ്ട്. സ്നേഹിക്കപ്പെടണം, സ്നേഹം അനുഭവിക്കാൻ സാധിക്കണം, സ്നേഹത്തിൻ്റെ ഫലമായി പരസ്പരം ക്ഷമിക്കാൻ കഴിയണം. സ്നേഹം നഷ്ടപ്പെട്ടു പോയാൽ, കിട്ടാതെ പോയാൽ അത് മനുഷ്യൻ്റെ മാനസിക വളർച്ചയെ സ്വാധീനിക്കും. ഇങ്ങനെ എന്തെല്ലാം തത്വങ്ങളാണ് ഈ സ്നേഹത്തിന് ചുറ്റുപറ്റും നിന്നുകൊണ്ട്
ആളുകൾ ശാസ്ത്രീയമായി പോലും അപഗ്രഥിക്കാൻ ഉപയോഗിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്നേഹമെന്ന് പറയുന്നത് ഒരു പൊതുവെ ഉപയോഗിക്കപ്പെടുന്നൊരു വാക്കാണ്. സ്നേഹത്തിൽ ഉദിക്കുന്ന ലോകം സ്നേഹത്താൽ വൃത്തി തേടുന്നു, സ്നേഹിക്കുക ഉണ്ണി നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. കവികൾ പോലും അങ്ങനെയാണ് പറയുക. അപ്പം ഇതെല്ലാം നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ഇതെല്ലാം ഈ തിരുവചന ഗ്രന്ഥത്തിൻ്റെ പേജുകളിൽ നിന്ന് അവർ കണ്ടെത്തിയതോ അവർക്ക് ലഭിച്ചതോ ആയ കാര്യങ്ങളാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അടിസ്ഥാനപരമായി നമ്മൾ പറയും ദൈവം സ്നേഹമാകുന്നു എന്ന്. വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിലും 4-ാമത്തെ അധ്യായത്തിലുമെല്ലാം തറപ്പിച്ച് ഒരു നിർവചനം പോലെ പറയുക ദൈവം സ്നേഹമാകുന്നുവെന്ന്. ഈ 2 വാക്കിനകത്ത് ദൈവത്തെ ഉൾക്കൊള്ളുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ദൈവത്തിന് ആവരണമായിട്ട് ദൈവത്തെക്കുറിച്ച് വിശദീകരിക്കാനുള്ള ഒരു വാക്കായിട്ട് എടുക്കുന്ന ഈ സ്നേഹം എന്ന വാക്കാണ്. അത് എന്തുമാത്രം ചരിത്രത്തിലും പ്രത്യേകിച്ച് രക്ഷാകര ചരിത്രത്തിലും നമ്മളോടുള്ള ദൈവത്തിൻ്റെ സമീപനത്തിലുമൊക്കെ അർത്ഥവത്തായി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു ദൈവികമായ പ്രവൃത്തിയാണ്. ദൈവം സ്നേഹമാകുന്നത് കൊണ്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവികമായൊരു പ്രവൃത്തിയായിട്ട് മാറുകയാണ്. കാരണം ദൈവം സ്നേഹമാകുന്നു. അങ്ങനെയെങ്കിൽ ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും നമുക്ക് സ്നേഹത്തിൻ്റെ പ്രവൃത്തികളായിട്ട് കാണാൻ സാധിക്കും. ദൈവം എന്ത് ചെയ്താലും, സ്നേഹം തന്നെയായ ദൈവം എന്ത് ചെയ്താലും അതെല്ലാം സ്നേഹത്തിൻ്റെ പ്രവൃത്തിയല്ലേ, മറ്റൊന്നാവാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ലവ് ഈസ് ദി ഡിവൈൻ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് എവറി ആക്ടിവിറ്റി എന്ന്. സ്നേഹമെന്ന് പറയുന്നത് ദൈവികമായ ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വമാണ്. ബിഹൈൻഡ് എവറി ആക്ടിവിറ്റി. അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും പിറകിൽ ഈ സ്നേഹം എന്ന് പറയുന്ന കാര്യം കിടപ്പുണ്ട്. നമുക്ക് ഓർത്ത് നോക്കാം, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു 2-3 തലങ്ങളിൽ നമുക്കിത് കാണാൻ പറ്റും. ഒരു ദൈവിക മേഖലയുണ്ട്, അതിനൊരു മാനുഷിക മേഖലയുണ്ട്, അതിനൊരു പാദാർത്ഥിക മേഖലയുണ്ട്. ഇങ്ങനെ ഈ 3 മേഖലകളിലാണ് ദൈവത്തിൻ്റെ സ്നേഹം പ്രത്യക്ഷപ്പെടുക. അപ്പോഴെ പ്രിയപ്പെട്ടവർ നമ്മൾ ഓർക്കണം, ദൈവമായിരിക്കുന്നത് തന്നെ സ്നേഹം കൊണ്ടാണ്. അവൻ സ്നേഹമല്ലാതെ മറ്റൊന്നുമല്ല. സ്നേഹിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യുവാൻ ആവാത്ത സ്നേഹമാണ് എൻ്റെ ദൈവം. അപ്പോൾ ദൈവം എന്ന് പറയുന്ന ആ സത്തയെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ സ്നേഹിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ദൈവത്തിന് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിലാണ് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് പറയുക. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെ വളരെ വിശദമായിട്ട് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ തിരുവചന ഭാഗത്തൊക്കെ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു, ആകാശത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു, ജീവജാലങ്ങളെ സൃഷ്ടിച്ചു, അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഈ ഭൂമിയിൽ തന്നെ സൃഷ്ടിച്ച് അവന് കൊടുത്തു എന്നെല്ലാം പറയുന്നിടത്ത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെ വളരെ കൃത്യമായിട്ട് നിർവചിച്ച് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. സ്നേഹിക്കുകയല്ലാതെ വേറൊരു പ്രവൃത്തിയും ചെയ്യുവാൻ സ്നേഹം തന്നെയായ ദൈവത്തിന് സാധ്യമല്ല. അതാണ് ദൈവത്തെ ദൈവമാക്കി മാറ്റുക. പലപ്പോഴും നമുക്കറിയാം, ഈ കാര്യത്തിലൊക്കെ ചില വ്യത്യസ്ത മതങ്ങളിൽ തങ്ങളിലുണ്ട് എങ്കിൽ പോലും നമ്മുടെ മതത്തിൻ്റെ വിശ്വാസം ശ്രേഷ്ഠമാകുന്നെന്ന് പൗലോസ് അപ്പോസ്തലന് തിമോത്തിയോട് പറഞ്ഞ് നമുക്ക് ഓർമ്മിക്കണം. ശ്രേഷ്ഠമാണ് ഇതിൻ്റെ പിറകിലെ കാര്യങ്ങളൊക്കെ. ദൈവം സ്നേഹമാകുന്നുവെന്ന് വെറുതെ പറയുന്നതല്ല, പ്രവൃത്തികളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുക. നമ്മുടെ ഒരു കുർബാന പ്രാർത്ഥനയ്ക്കകത്ത് അങ്ങനെയുണ്ട്, പ്രകൃതിയാ മറഞ്ഞിരിക്കുന്നവനും പ്രവൃത്തികളാൽ സ്വയം വെളിപ്പെടുത്തുന്നവനുമായ ദൈവമേ എന്ന്. പ്രകൃതിയാ മറഞ്ഞിരിക്കുന്നവനാണ് ദൈവം. അവൻ ആ മറഞ്ഞിരിക്കുന്ന ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത് തന്നെ പ്രവൃത്തിയിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ 1-ാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് സൃഷ്ടികർമ്മമാണ്. ഈ ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം സൃഷ്ടിച്ച ദൈവം ഈ ഭൂമിയെ ഭൂമിയാക്കി മാറ്റി നമുക്ക് തന്നിരിക്കുന്നു. നമ്മളെന്നും കാണുന്നതും കേൾക്കുന്നതും അനുഭവിച്ചറിയുന്നതുമായ എല്ലാ കാര്യങ്ങളും തമ്പുരാൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ സൃഷ്ടികർമ്മം അതേക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ബിഹൈൻഡ് എവറി ആക്ടിവിറ്റി ഗാഡ് ഈസ് ദെയർ. ദൈവമുണ്ട് എല്ലാത്തിൻ്റെയും പിറകിൽ. സ്നേഹം തന്നെയായ ദൈവമുണ്ട്. ബിഹൈൻഡ് എവറി ആക്ടിവിറ്റി ഗാഡ്സ് ലവ് ഈസ് ദെയർ എന്ന് പറയുന്ന ഒരു വലിയ ആശയമുണ്ട്. ആശയത്തിന് മുമ്പിൽ നിന്ന് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഈ തിരുവചനം നൽകുന്ന കുറേ കാര്യമുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നവനാണ്. യോഹന്നാൻ സുവിശേഷം 5:19 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവ് പറയുകയാണ്, പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്. അപ്പോൾ സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന ഒരു പ്രവർത്തന നിരത നമ്മളിവിടെ കണ്ടെത്തുന്നുണ്ട്. അപ്പം ദൈവം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന ദൈവം തന്നെയാണ് ഇത് പരിപാലിക്കുന്നതും രക്ഷിക്കുന്നതുമെല്ലാം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളും ഞാനും നമ്മളെല്ലാവരും എന്ന് നമ്മൾ ഓർക്കുക. നമുക്കൊക്കെ അങ്ങനെ നമ്മൾ ചിന്തിച്ച് വരുമ്പോൾ
ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും സ്നേഹം മുഖാന്തരമാണ് ദൈവം ചെയ്യുക. ഈസ് മൂവ്ഡ് ടു ആക്ട് ബൈ ലവ് എന്നാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുക. അവൻ പ്രവർത്തിക്കാൻ പ്രേരിതനായി നിൽക്കുന്നത് ഈ സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഗാഡ് ഈസ് ഓൾവേസ് ആക്ടിങ് എന്ന് പറയുക. ദൈവം എപ്പോഴും പ്രവർത്തന നിരതനാണ്. അപ്പോൾ ആ പ്രവർത്തന നിര നമ്മൾ കാണുന്ന ഈ ക്രിയേഷനില്ല, ഈ സൃഷ്ടികർമ്മത്തിലാണ്. നമ്മളൊക്കെ എന്നും പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ കണ്ണു തുറന്ന് കാണുന്ന ഈ പ്രപഞ്ചം മുഴുവനുമാണ്. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങോട്ടൊക്കെ ഇറങ്ങിയെടുക്കും. ചില ആൾ കാർഷിക മേഖലയിൽ പോയി പ്രവർത്തിക്കുന്നവരാകാം. അപ്പോൾ കാർഷിക മേഖല ഒരാൾ വിത്ത് വിതച്ചു, ആ വിത്ത് മുളയ്ക്കുന്നു, വളരുന്നു. ഏതായാലും വിതച്ചവൻ ഏതായാലും ആ വിത്തിൻ്റെ പിറകിൽ പോയിരിക്കുന്നില്ലല്ലോ. അത് മുളപ്പിക്കുന്നതും അത് വളർത്തുന്നതും അത് കതിരാകുന്നതും അതിൽ കതിർമണികൾ ഉണ്ടാകുന്നതും എല്ലാം അതിനെ വിളവാക്കി മാറ്റുന്നതുമെല്ലാം തമ്പുരാൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന എല്ലാവരും കാണുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ എന്തൊരു എളുപ്പമാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുഖം കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, അതിൻ്റെയൊക്കെ പിറകിൽ നമ്മൾ നോക്കും. ശാസ്ത്രത്തിന് അതിൻ്റേതായ നിർവചനങ്ങളൊക്കെ ഉണ്ട്. H2O ആണ് വെള്ളം എന്നൊക്കെ കുട്ടികളൊക്കെ പഠിക്കുന്നില്ല. ശാസ്ത്രം ഹൈഡ്രജനും ഓക്സിജനും ചേരുന്നത്. ഇതൊക്കെ എവിടുന്ന ഉണ്ടായെന്ന് നമ്മൾ ആലോചിക്കാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് കാണുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയില്ല. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിലെ മറ്റ് ജീവജാലങ്ങൾ, നമ്മളോട് കൂടെ ജീവിക്കുന്ന മൃഗങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളില്ലേ, അതിൻ്റെയൊക്കെ കൂടെ ഇടപഴകി ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ്. അങ്ങനെ ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ജീവിക്കാൻ, സ്നേഹം അനുഭവിക്കാൻ. കാരണം ഇതിലൂടെയെല്ലാം നമ്മൾ അനുഭവിക്കുന്ന എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹത്തെ സൃഷ്ടിജാലങ്ങളിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ ഈ പ്രപഞ്ചം മതി നമുക്ക്. അതുകൊണ്ട് നിരന്തരമായ ദൈവസ്തുതിയുടെ ഒരു ജീവിതം എന്നൊക്കെ പറയും നമുക്ക് സാധ്യമായ ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെ ചെയ്തേ മതിയാവൂ. എല്ലാത്തിനും മുമ്പിൽ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയട്ടെ. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു മേഖല എന്ന് പറയുന്നത് മാനുഷിക മേഖലയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, പക്ഷേ മനുഷ്യൻ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിച്ചില്ല. നമ്മൾ ആദത്തിൻ്റെ ഹവയുടെയൊക്കെ കഥ പറയുന്ന ആ കഥയിലൂടെ തന്നെയാണ് ഒരു വലിയ കാര്യം പറയുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ബൈബിൾ നമുക്ക് പറഞ്ഞു തരിക. ഒന്ന്, മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, പക്ഷേ ആ മനുഷ്യന് പാപമുണ്ടായി എന്നൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, പാപിയായിത്തീരുന്ന മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ദൈവം, സ്നേഹനിധിയായ ദൈവം മനുഷ്യനെ പോലെ ആയിത്തീരുന്നു. അപ്പോൾ പാപമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ്, നമ്മുടെ ചുറ്റുപാടുമുള്ളതാണ്, നമ്മുടെ സമൂഹത്തിലുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് വിവരണമൊന്നും ആവശ്യമില്ല. നമ്മളെല്ലാവരും ഈ പാപത്തിന് വശഗതരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെയുള്ള ഈ പാപത്തിൻ്റെ മുമ്പിലുള്ള ദൈവത്തിൻ്റെ റിയാക്ഷൻ, താൻ സൃഷ്ടിച്ച മനുഷ്യനും താൻ സൃഷ്ടിച്ച പ്രപഞ്ചവും ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ പെട്ടുപോയല്ലോ എന്ന് കണ്ടെത്തിയപ്പോൾ ദൈവം തീരുമാനിച്ചു രക്ഷ ആവശ്യമായിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ രക്ഷാകരമായ സ്നേഹമാണ് പിന്നെ രണ്ടാമതായിട്ട് സൃഷ്ടികർമ്മത്തിൽ കണ്ടെത്തിയ ദൈവത്തിൻ്റെ സ്നേഹം പോലെ ദൈവത്തിനെ രക്ഷിക്കുന്ന സ്നേഹം രണ്ടാമത് കടന്നു വരിക. അവിടെയാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരം എന്ന് പറയുന്ന സത്യം നമ്മൾ കണ്ടെത്തുക. ദൈവം മനുഷ്യനായി അവതരിച്ചു, അല്ലാതെ പുറത്തുനിന്ന് വന്ന് രക്ഷിക്കുകയല്ല. അവർ ഈ മനുഷ്യകുലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ക്രിസ്മസ് എന്ന് പറയുന്നത് സത്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ആഘോഷത്തിൻ്റെ അവസരമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് വന്നു, അതിൻ്റേതായ ആഘോഷങ്ങളൊക്കെ പുറത്തൊക്കെയുണ്ട്. പക്ഷേ തമ്പുരാൻ നമ്മളോട് കാണിച്ച സ്നേഹത്തിൻ്റെ ഏറ്റവും അത്യുദാത്തമായ ഒരു തലമെന്ന് പറയുന്നത് അത് ക്രിസ്മസിലാണ് നമ്മൾ കണ്ടെത്തുക. ഈ പുൽക്കൂട്ടിൽ നമ്മൾ കണ്ടെത്തുന്ന ഉണ്ണി ഈശോയിലൂടെ നമ്മൾ സ്നേഹനിധിയായ ദൈവത്തിൻ്റെ ഇമേജാണ് കണ്ടെത്തുക. അവൻ എന്തുമാത്രം നമ്മളെ സ്നേഹിച്ചു. അവൻ തൻ്റെ ദൈവികത മുഴുവൻ മാറ്റിവെച്ചിട്ട് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ദാസനായിത്തീർന്ന് നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ഏറ്റെടുത്ത സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ് പിന്നീട് രക്ഷാകര പ്രവൃത്തികൾ എന്ന് നമ്മൾ പറയുക. ആ ഒരു മേഖല നിന്നുകൊണ്ടാണ് നമ്മൾ കർത്താവ് ശമിശിഹായുടെ പീഡാസഹനത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഉത്ഥാനത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. അതെല്ലാം സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ്. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെലിബ്രേഷൻ ഓഫ് ഗാഡ്സ് ലവ്. ദൈവസ്നേഹത്തിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുക. മറ്റൊന്നുമല്ല. നമ്മൾ ആ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ കണ്ടെത്തിയില്ലെങ്കിൽ ഇത് വെറും ആഘോഷമായിട്ട് മാറും. അതേസമയം ക്രിസ്മസിലൂടെ നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയാൻ കഴിയുമ്പോൾ ഓരോ ക്രിസ്മസും ഒരു ദൈവിക അനുഭവമായിട്ട് നമുക്ക് മാറാതിരിക്കുമോ?
നമുക്കതാ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അവതാരമാണ് ഉണ്ണീശോ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അവൻ ദൈവിക മേഖലയിൽ നിന്ന് മാനുഷിക മേഖലയിലേക്ക് കടന്നു വന്നു. മാനുഷിക മേഖലയിൽ നിന്ന് അവന് പിന്നെയും താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും താഴ്മയിൽ അവൻ നിന്നുകൊണ്ട് നമ്മളെ സ്നേഹിച്ച, അവൻ മനുഷ്യനായി തീർന്നുകൊണ്ട് നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമാണ് ക്രിസ്മസ്. അതുകൊണ്ടാണ് സ്നേഹമില്ലാത്തവന് ക്രിസ്മസ് ആഘോഷം ശരിയാവില്ലെന്നൊക്കെ നമ്മൾ പറയുക. അതുകൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ആത്മീയമായിട്ട് ഒരുങ്ങുക. നമ്മുടെ വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ പ്രതികാര ചിന്തകളും ഒക്കെ മാറ്റിവെച്ചിട്ട്, അതെല്ലാം ഉപേക്ഷിച്ചിട്ട് സ്നേഹം തന്നെയായ ദൈവത്തിന് പിറക്കാൻ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇടം കൊടുക്കുമ്പോൾ ആ ആഘോഷം, ക്രിസ്മസ് ആഘോഷം ദൈവസ്നേഹത്തിൻ്റെ അനുഭവമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മളിതൊരു ആഘോഷത്തിൻ്റെ അനുഭവമായിട്ടോ ഗ്രീറ്റിങ്സ് കൈമാറുന്നതിൻ്റെ അനുഭവമായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അല്ല, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദൈവം എന്നെ എന്തുമാത്രം സ്നേഹിച്ചു, എൻ്റെ മനുഷ്യത്തിലേക്ക് കടന്നു വന്നു, എനിക്ക് രക്ഷ നൽകാൻ വേണ്ടിയിട്ട് അവൻ മനുഷ്യനായി തീർന്നു. ആ രക്ഷാകര സ്നേഹത്തിൻ്റെ അനുഭവമാണ് എനിക്ക് ക്രിസ്മസ് എന്ന് പറയുകയാണെങ്കിൽ, ദൈവത്തെ സ്നേഹിച്ചും അവൻ്റെ കൽപ്പനകൾ പാലിച്ചും അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തും നമുക്ക് സ്വാർത്ഥപരമായിരുന്നത് പലതും വേണ്ട എന്ന് വെച്ചും ത്യാഗം സഹിച്ചും ഒക്കെ നമുക്ക് ഈ ക്രിസ്മസിനെ കുറച്ചുകൂടി ദൈവാനുഭവം ഉള്ളതാക്കി മാറ്റാൻ പറ്റും. നമുക്കതാണ് ആവശ്യമായിരിക്കുക. അപ്പോൾ യോഹന്നാൻ സുവിശേഷം 3:16 വായിക്കും, തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറയുക. പുത്രനാകട്ടെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് ആ സ്നേഹം പ്രാവർത്തികമാക്കി. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് വെറും ഒരു ആഘോഷമല്ല, ഇത് മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിനായി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതാണ് എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കെട്ടുപോയ ദൈവസ്നേഹം എവിടെയെങ്കിലും അങ്ങനെ ആ അവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയെ നമുക്ക് ഉജ്ജ്വലിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കുന്നു. എവിടെയെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹത്തിൻ്റെ അനുഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം കർത്താവ് നമ്മളോട് കാണിച്ച ആ വലിയ സ്നേഹത്തിൻ്റെ അനുഭവം, ക്രിസ്മസിൻ്റെ അനുഭവം ദൈവസ്നേഹത്തിൻ്റെ അനുഭവമാകട്ടെ. ദൈവം എന്നെ സ്നേഹിച്ചു എന്ന് ഞാൻ പറയുന്നത് ഈ സ്നേഹ അനുഭവം എൻ്റെ ഉള്ളിൽ ഞാൻ നിറയ്ക്കുമ്പോഴാണ്. ദൈവം നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ പറയുന്നത് ഈ ക്രിസ്മസിലൂടെ അല്ലെങ്കിൽ ആ വലിയ ധ്യാനത്തിലൂടെ ആ അനുഭവങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുമ്പോഴാണ്. ആ സ്നേഹമാണ് നമ്മൾ മറ്റുള്ളവർക്കൊക്കെ പകർന്നു കൊടുക്കുക എന്ന് നമ്മൾ ഓർക്കുന്നു. അതുകൊണ്ട് ക്രിസ്മസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഗാഡ്സ് ലവ്. ദൈവ സ്നേഹത്തിൻ്റെ ആഘോഷമാണ് പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസ് എന്ന് പറയുക. അതുകൊണ്ട് എന്തുമാത്രം ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട് എന്നൊരു പരിശോധന കൂടി നമുക്ക് നടത്തിയിട്ട് നമുക്ക് ദൈവമേ, പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഒരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് നമ്മുടെ ഹൃദയത്തിലുള്ള തമ്പുരാൻ്റെ സാന്നിധ്യമോർത്ത് സ്നേഹം നിറഞ്ഞ ഒരു ഹൃദയമായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, മക്കളായ ഞങ്ങളുടെ ജീവിതത്തിലെ ഇല്ലായ്മകളും പോരായ്മകളും പാപങ്ങളും എല്ലാം കണക്കിലെടുത്ത് നീ നിൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ചുവല്ലോ. ഈ ക്രിസ്മസ് ആഘോഷങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് നിറവുള്ളവരായിത്തീരാൻ ഞങ്ങളെ പ്രത്യേകമായും സഹായിച്ച് അനുഗ്രഹിക്കണമേ. രക്ഷകനായ യേശുവേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ ഒരു ശിശുവായി പിറക്കുമ്പോൾ ഞങ്ങൾ അങ്ങയിൽ കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അവതാരമായിട്ടാണ്. അങ്ങേ ഹൃദയത്തിൽ സ്വീകരിച്ച പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹത്തിൻ്റെ നിറവുള്ളവരായി മാറാൻ ഞങ്ങളെ പ്രത്യേകമായി സഹായിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, റോമാലേഖനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണെന്ന് ഞങ്ങൾ എപ്പോഴും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ അഗ്നി ഞങ്ങൾ നിറയ്ക്കുകയും അഭിഷേകം കൊണ്ട് ഞങ്ങളെ എല്ലാവരും നിറയ്ക്കുകയും സ്നേഹത്തിന് വിരുദ്ധമായതെല്ലാം ഞങ്ങൾ എടുത്തു മാറ്റുകയും ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ഭക്തീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, അങ്ങയുടെ നാമത്തിലാണ് ഈ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുക. അതുകൊണ്ട് ഈ സമയം അങ്ങയുടെ മാധ്യസ്ഥതയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം മരിയൻ കൂടാരങ്ങളിൽ വസിച്ചുകൊണ്ട് ഇതിൽ പങ്കുചേരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും പ്രത്യേകമായി അനുസ്മരിച്ചുകൊണ്ട് അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. പുണ്യീശോയ്ക്ക് ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ, ജനിക്കുവാൻ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി
കാവലിരുന്ന വിശുദ്ധ യോസേപ്പ് പിതാവേ, പ്രത്യേകമായി ഈ ക്രിസ്മസ് കാലങ്ങളിൽ കർത്താവിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടമൊരുക്കുവാൻ ഞങ്ങളെ പ്രത്യേകമായി സഹായിച്ച് അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി, പ്രത്യേകം ഞങ്ങളുടെ കുടുംബനാഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരായ വിശുദ്ധരെ, സകല മാലാഹമാരുടെ വൃന്ദങ്ങളെ, നിങ്ങളാണല്ലോ ഈ ഭൂമിയിൽ കർത്താവിന് ആദ്യമായിട്ട് സ്തുതി പാടിയവർ. നിങ്ങളുടെ മാധ്യസ്ഥവും സഹായം ഞങ്ങൾ പ്രത്യേകമായിട്ട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ സംരക്ഷിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. സ്നേഹമപുത്താലമേന്തി ഈശോ വന്നിതാ ഈ മണ്ണിതിൽ. സ്നേഹമപുത്താലമേന്തി ക്രിസ്മസ് വന്നിതാ ഈ മണ്ണിതിൽ. വർണ്ണങ്ങളേന്തി മാലാഖമാർ പാരിന്നാഥനെ സ്വീകരിക്കാൻ വാനിൻ സംഗീതവുമായി ഈ മണ്ണിതിൽ. സ്നേഹമപുത്താലമേന്തി ഈശോ വന്നിതാ കിളികൾ തന്നാദമല്ല യൗസേപ്പും മേരിയുമൊന്നായി പൊന്നോമനെ വണങ്ങി. യൗസേപ്പും മേരിയുമൊന്നായി പൊന്നോമനെ വണങ്ങി. സ്നേഹമപുത്താലമേന്തി ഈശോ വന്നിതാ ഈ മണ്ണിതിൽ. പൊൻവെയിലിൽ തുഷാരബിന്ദു മണ്ണിൽ പൂക്കാലവുമായി
ബഹുമാനം ശിരസാനമിച്ചു. സ്നേഹമപുത്താലമേന്തി ഈശോ വന്നിതാ ഈ മണ്ണിതിൽ, ഈ മണ്ണിതിൽ. സ്നേഹമപുത്താലമേന്തി ക്രിസ്മസ് വന്നിതാ ഈ മണ്ണിതിൽ, ഈ മണ്ണിതിൽ. വർണ്ണങ്ങളേന്തി മാലാഖമാർ പാരിൻ നാഥനെ സ്വീകരിപ്പാൻ വാനിൻ സംഗീതവും ഈ മണ്ണിതിൽ. സ്നേഹമപുത്താലമേന്തി ഈശോ വന്നിതാ ഈ മണ്ണിതിൽ, ഈ മണ്ണിതിൽ. സ്നേഹമപുത്താലമേന്തി ക്രിസ്മസ് വന്നിതാ ഈ മണ്ണിതിൽ, ഈ മണ്ണിതിൽ. നമുക്ക് സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനോടും എല്ലാ മെത്രാന്മാരോടും എല്ലാ വൈദികരോടും എല്ലാ പ്രേക്ഷിതരോടും സന്യസ്തരോടും കർത്താവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടി ജനത്തെ ഒരുക്കുന്ന എല്ലാ പ്രേക്ഷിതരോടും ചേർന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ പേരിൻ്റെ കാരണഭൂതനായ വിശുദ്ധനെയോ വിശുദ്ധിയോ നമുക്ക് പ്രത്യേകമാം വിധമോർത്ത് അവരുടെയൊക്കെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും ദൈവത്തിന് സമർപ്പിച്ച് എല്ലാ അനുഗ്രഹങ്ങളാലും നമ്മളെല്ലാവരും നിറയപ്പെടാൻ വേണ്ടി നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ ഈശോ മിശിഹായുടെ കൃപകളും സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും എല്ലാ അഭിഷേക ശക്തിയും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസവും ഈ പ്രഭാതത്തിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങളും പ്രത്യേകിച്ച് ക്രിസ്മസിന് വേണ്ടി ഹൃദയമൊരുക്കാനുള്ള കൃപകളും നൽകി ഈ ദിവസത്തെയും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും ദൈവം ആശീർവദിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.